കോഴിക്കോട് പന്തീരങ്കാവിൽ ലോറിക്ക് തീപിടിച്ചു. ചരക്ക് കയറ്റി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അനീസ് അലിയെ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനീസ, തീ നിയന്ത്രണ വിധേയമായോ? എന്താണ് സംഭവിച്ചത്? അല്പസമയം മുമ്പാണ് ഈ വാഹനത്തിന് തീ പടർന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ചിട്ടില്ല. മീൻചന്തയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നായി ഇപ്പോഴും പുക ഉയരുന്നുണ്ട്, തീ ഉയരുന്നുണ്ട്. ഈ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയാം. ഹരിയാന സ്വദേശിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ വാഹനം നിർത്തിയിട്ടു. ഇപ്പൊ നമ്മൾ കാണുന്നത് തന്നെയും ലോറി ഒരു സൈഡായിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ബൈപ്പാസ് ടോൾ ബൂത്തിന് സമീപത്ത് സൈഡാക്കിയ നിലയിലാണ് വാഹനം ഉണ്ടായിരുന്നത്. ഇത് നിർത്തിയതിനു ശേഷം അദ്ദേഹം ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഇതിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു എന്നാണ്. നിമിഷങ്ങൾക്കകം തന്നെ തീ ആളി പടരുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഈ വാഹനം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഈസ്റ്റ് കൊണ്ടുവന്നിരുന്ന വാഹനമാണ്. എന്താണ് തീ പടരാൻ കാരണമായത് എന്നത് സംബന്ധിച്ചൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും വാഹനം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇത്ര സമയമായിട്ടും അരമണിക്കൂറോളമായിട്ടും ഇപ്പോഴും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ ആയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 യൂണിറ്റ് ഫയർഫോഴ്സ്, മീൻചന്തയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴാണ്? ശരി, അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയം കോഴിക്കോട് പന്തീരങ്കാവിലാണ് സംഭവം. ചരക്ക് കയറ്റി വന്ന ലോറിക്ക് തീ പിടിച്ചു. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നത് വ്യക്തമല്ല.